അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 18 വ്യാഴാഴ്ച. സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിലും റെഡ് അലർട്ട് ഇല്ല. എന്നാൽ 10 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. അതേസമയം കനത്ത മഴ തുടരുന്ന വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും അവധി ബാധകമല്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് കോഴിക്കോട് ജില്ലാ കളക്ടറും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് ദുരന്തത്തിൽ വിമർശനവുമായി കേരള ഹൈക്കോടതി. മാലിന്യം തോട്ടിൽ തള്ളുന്നത് ആളുകളെ കൊല്ലുന്നതിന് തുല്യമാണെന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ജനത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഇടപെടൽ ഉണ്ടാവണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ജോയിയെ തോട്ടിൽ നിന്ന് പുറത്തെത്തിക്കാൻ മാലിന്യം നിറഞ്ഞ തോട്ടിൽ ഇറങ്ങി തിരച്ചിൽ നടത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളെ ഹൈക്കോടതി അഭിനന്ദിച്ചു. കൊച്ചിയിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച കേസ് പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് അയച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനായി വൻ പദ്ധതികളുമായി കോൺഗ്രസ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ 14 ജില്ലകളുടെയും ചുമതല 14 നേതാക്കൾക്ക് വീതിച്ചു നൽകി. വർക്കിംഗ് പ്രസിഡന്റുമാരായ T സിദ്ദിഖിനെ വടക്കൻ മേഖലയുടെയും TN പ്രതാപനെ മധ്യമേഖലയുടെയും കൊടിക്കുന്നിൽ സുരേഷിനെ ദക്ഷിണ മേഖലയുടെയും ചുമതല നൽകി. കോർപ്പറേഷനുകളുടെ ചുമതല K സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കും റോജി M ജോണിനും VD സതീശനും VS ശിവകുമാറിനും PC വിഷ്ണുനാഥിനും നൽകി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാൻ കഠിന പ്രയത്നം വേണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം അടിസ്ഥാനമാക്കിയാണ് നീക്കം. SNDP യോഗത്തിനെതിരായ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. SNDP യോഗത്തിനെതിരായ ഭീഷണി CPM അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും BJPക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ആരെയും വേട്ടയാടാൻ CPMനെ അനുവദിക്കില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നഗ്നമായ ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർത്തതെന്നും അതിന് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. 2 ദേശീയപാതകളുടെ വികസനത്തിന് സംസ്ഥാന സർക്കാരിന്റെ സഹായം. എറണാകുളം ബൈപ്പാസ്, കൊല്ലം ചെങ്കോട്ട എന്നീ ദേശീയപാതകളുടെ നിർമ്മാണത്തിനാണ് സംസ്ഥാന സർക്കാർ സഹായം പ്രഖ്യാപിച്ചത്. ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. സംസ്ഥാനത്തോട് പോലും കൂടിയാലോചിക്കാതെയാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള തീരുമാനമെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ. തീരുമാനത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കർണാടകയിലെ ലോബിയെ സഹായിക്കാനെന്നും ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. നിലവിലുള്ള തീരുമാനം മലയാളികളോട് കാണിക്കുന്ന ക്രൂരതയാണെന്നും എല്ലാ MPമാരെയും അണിനിരത്തി ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഗീതജ്ഞൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ പ്രതികരണവുമായി നടൻ ആസിഫ് അലി. വിഷയത്തിൽ തനിക്ക് വിഷമമോ പരിഭവമോ ഇല്ലെന്നും പറഞ്ഞ ആസിഫ് അലി തന്നെ പിന്തുണയ്ക്കുന്നത് മറ്റൊരാൾക്ക് എതിരെയുള്ള വിദ്വേഷ പ്രചരണമായി മാറരുതെന്നും അഭ്യർത്ഥിച്ചു. അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ലെന്നും അങ്ങനെ ചെയ്യുന്ന ആളല്ലെന്നും എതിരെ നിൽക്കുന്നവന്റെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂവെന്നും അദ്ദേഹത്തെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരാൾ താൻ കാരണം വിഷമിക്കാൻ പാടില്ലെന്നും ആസിഫ് വ്യക്തമാക്കി. കൊച്ചി സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ സിനിമാ പ്രൊമോഷന് എത്തിയതായിരുന്നു ആസിഫ് അലി. ആസിഫ് അലിക്ക് നന്ദി പറഞ്ഞ് രമേശ് നാരായണൻ തന്റെ സാഹചര്യം മനസ്സിലാക്കി പ്രതികരിച്ചതിന് ആസിഫിനോട് വളരെയധികം നന്ദിയുണ്ടെന്നും ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതിൽ വിഷമമുണ്ടെന്നും രമേശ് നാരായണൻ വ്യക്തമാക്കി. പോലീസ് കൌൺസിലിംഗ് ഹെൽപ്പ് ഡെസ്കായ ചിരിയുടെ പരസ്യത്തിൽ ആസിഫ് അലിയുടെ ഫോട്ടോ.
പോലീസിന്റെ മീഡിയ സെന്ററാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. നേരിടാം ചിരിയോടെ എന്ന പേരിലാണ് ആസിഫ് അലിയുടെ ചിത്രം ചേർത്തത്. 9497900200 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറും നൽകിയിട്ടുണ്ട്. ചിരിയിലേക്ക് വിളിക്കാം, ചിരിക്കാം എന്നും ഒപ്പം ചേർത്തിട്ടുണ്ട്. രമേശ് നാരായണിൽ നിന്ന് അവഗണന നേരിട്ടപ്പോഴും ചിരിയോടെ സാഹചര്യത്തെ ആസിഫ് അലി നേരിട്ട പശ്ചാത്തലത്തിലാണ് ഈ പരസ്യം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 1 വയസ്സ് തികയും. ഏറെ വേദനിപ്പിച്ച വേർപാടിന്റെ ഓർമ്മയിലാണ് രാഷ്ട്രീയ കേരളം. സംസ്ഥാന വ്യാപകമായി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കാനായി നിരവധി അനുസ്മരണ പരിപാടികളാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ യുവതിക്ക് പാമ്പുകടിയേറ്റിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന. വിശദമായ പരിശോധനയിൽ പാമ്പുകടി ഏറ്റില്ലെന്ന് ബോധ്യമായതായും പാമ്പുകടിയേറ്റെന്ന സംശയത്തിൽ യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത നടപടി ഉചിതമായില്ലെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞു. അതേസമയം പനി ബാധിച്ച 8 മാസം പ്രായമുള്ള മകളെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി പരിസരം വൃത്തിയാക്കാനായി ചൂലെടുത്തപ്പോഴാണ് അതിനടിയിലുണ്ടായിരുന്ന പാമ്പ് യുവതിയെ കടിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വൃത്തിഹീനമായ സാഹചര്യമാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലുള്ളതെന്നും ഇതാണ് പാമ്പുകടിയേൽക്കാൻ കാരണമെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ സജ്ജമാക്കിയിട്ടുള്ള കിയോസ്കുകൾ വഴിയാണ് അനുബന്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതെന്ന് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി. പ്രാദേശികമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ മുഖേന പുതിയ അംഗങ്ങളെ ചേർക്കുന്നുവെന്നും കാർഡ് പുതുക്കി നൽകുന്നുവെന്നും തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നുവെന്നും കാർഡ് പ്രിന്റ് ചെയ്ത് നൽകി പണം കൈപ്പറ്റുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അറിയിച്ചു. കണ്ണൂർ ചെങ്ങളായിൽ നിന്നും പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയത് 200 വർഷം പഴക്കമുള്ള വസ്തുക്കൾ. ഇതിൽ ഇൻഡോ ഫ്രഞ്ച് നാണയവും വീരരായൻ പണവും ഉൾപ്പെടുന്നു. അറക്കൽ രാജവംശം ഉപയോഗിച്ച നാണയങ്ങളുമുണ്ട് ഇവയിൽ. നിധി കണ്ടെടുത്ത സ്ഥലത്ത് കൂടുതൽ പരിശോധനയുടെ ആവശ്യമില്ലെന്നും പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കി. വെനീസിലെ 3 പ്രഭുക്കന്മാരുടെ സ്വർണ്ണ നാണയങ്ങൾ 17-18 നൂറ്റാണ്ടിൽ ഉപയോഗിച്ചതാണെന്നും പുരാവസ്തു വകുപ്പ് പറഞ്ഞു. സൈബർ തട്ടിപ്പ് തടയാൻ ബാങ്ക് അക്കൗണ്ടുകളിൽ നിയന്ത്രണവും നിരീക്ഷണവും വേണമെന്നാവശ്യപ്പെട്ട് RBIക്ക് സംസ്ഥാന പോലീസ് മേധാവി കത്ത് നൽകി. പണം കൈമാറുന്നതിന്റെ പ്രധാന മാർഗം കറണ്ട് അക്കൗണ്ടുകളായിരിക്കെ ഇത്തരം അക്കൗണ്ട് ഇടപാടിന് പരിധി നിശ്ചയിക്കണമെന്നാണ് ആവശ്യം. കേരളത്തിൽ സൈബർ തട്ടിപ്പുകളിൽപ്പെട്ട് പണം നഷ്ടമാകുന്നവരുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ സുരക്ഷ ബാങ്ക് അക്കൗണ്ടുകളിൽ ആവശ്യപ്പെട്ട് പോലീസ് മേധാവി RBIക്ക് കത്ത് നൽകിയത്. ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്താനൊരുങ്ങി തിരുവനന്തപുരം വിമാനത്താവളം. ഇതിനായി തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആസ്ഥാനമായ ജെൻ റോബോട്ടിക്സ് കമ്പനി വികസിപ്പിച്ച ആധുനിക റോബോട്ടാണ് വിമാനത്താവളത്തിൽ ഉപയോഗിക്കുക. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു വിമാനത്താവളത്തിൽ ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്ത് ഒരു കോളറ കേസ് കൂടി സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 129 പേർക്കാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. 36 പേർക്ക് H1N1 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12,508 പേരാണ് 24 മണിക്കൂറിനിടെ പനി ബാധിച്ച് ചികിത്സ തേടിയിരിക്കുന്നത്. ഒരു ഡെങ്കി മരണവും ഒരു വെസ്റ്റ് നൈൽ മരണവും സംശയിക്കുന്നതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. തിരുവനന്തപുരം പാലോട് നന്ദിയോട് ആലമ്പാറയിൽ ഇന്നലെ പടക്ക വിൽപ്പനശാലയ്ക്ക് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പടക്കക്കടയുടെ ഉടമസ്ഥൻ ഷിബു മരിച്ചു. 70% പൊള്ളലേറ്റിരുന്ന ഷിബു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോൺ. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സ്വകാര്യ മേഖലയിൽ കർണാടകക്കാർക്ക് തൊഴിൽ സംവരണം ഏർപ്പെടുത്താനുള്ള ബില്ല് മരവിപ്പിച്ച് സിദ്ധരാമയ്യ സർക്കാർ. IT, വ്യവസായ മേഖലകളിൽ നിന്നുൾപ്പെടെ വലിയ എതിർപ്പ് വന്ന സാഹചര്യത്തിലാണ് സിദ്ധരാമയ്യ സർക്കാരിന്റെ തീരുമാനം. വ്യവസായ മേഖലയോട് ആലോചിച്ച് മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകൂവെന്ന് സിദ്ധരാമയ്യ സമൂഹമാധ്യമമായ Xലെ പോസ്റ്റിൽ വ്യക്തമാക്കി.
50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡിഗരെ നിയമിക്കണമെന്നായിരുന്നു ബില്ലിലെ ശുപാർശ. ഗ്രൂപ്പ് സി ഡി ക്ലാസ് ജോലികൾക്ക് 100%വും കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗിക്കാവൂ എന്നും ബില്ലിലുണ്ട്. നേരത്തെ സർക്കാർ നീക്കത്തിനെതിരെ കൂടുതൽ സംഘടനകളും സ്ഥാപനങ്ങളും രംഗത്ത് വന്നിരുന്നു. സർക്കാർ തീരുമാനം വ്യവസായ വളർച്ചയെ പിന്നോട്ടടിക്കുമെന്ന് നാസ്കോം പ്രതികരിച്ചിരുന്നു. IT കമ്പനികൾ കൂടുതലുള്ള ബാംഗ്ലൂരുവിൽ നിയന്ത്രണങ്ങൾ തിരിച്ചടിയാകുമെന്നാണ് സംഘടന സൂചിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് മുദ്രാവാക്യം ഇനി BJPക്ക് വേണ്ടെന്ന് പശ്ചിമബംഗാൾ BJP നേതാവ് സുവേന്ദു അധികാരി. പകരം ആരാണോ ഞങ്ങൾക്കൊപ്പം അവർക്കൊപ്പം നമ്മൾ എന്നായിരിക്കണം ഇനി മുദ്രാവാക്യം. കൊൽക്കത്തയിൽ നടന്ന BJP നിർവാഹക സമിതി യോഗത്തിലാണ് പരാമർശം. ന്യൂനപക്ഷ മോർച്ച ഇനി പാർട്ടിയിൽ വേണ്ടെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രത്യേക ധനസഹായ പദ്ധതിയുമായി മഹാരാഷ്ട്ര സർക്കാർ. ലാഡ്ല ബായ് യോജന എന്ന പദ്ധതിയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. യുവജനങ്ങൾക്കായി വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ആൺകുട്ടികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. നേരത്തെ ബജറ്റിൽ 65% വരെയുള്ള എല്ലാ വനിതകൾക്കും പ്രതിമാസം 1500 രൂപ ലഭ്യമാക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജികൾ വിധി പറയാൻ മാറ്റി. CBI അറസ്റ്റ് ചോദ്യം ചെയ്തും കേസിൽ ഇടക്കാല ജാമ്യം തേടിയുമാണ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും കെജ്രിവാൾ ജയിൽ മോചിതൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് CBI അറസ്റ്റ് ചെയ്തത് എന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വി ചൂണ്ടിക്കാട്ടി. സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണം വഴിതെറ്റിക്കാനും കെജ്രിവാൾ ശ്രമിച്ചെന്ന് CBIയും കോടതിയിൽ ആരോപിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ CBI അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനിലയിൽ വീണ്ടും ആശങ്ക പ്രകടിപ്പിച്ച് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ. ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉറക്കത്തിനിടെ അപകടകരമാം വിധം താഴുന്നുവെന്ന് അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ പറഞ്ഞു. ഹർജി കോടതി വിധി പറയാനായി മാറ്റി. മഴക്കെടുതിയിൽ അസമിൽ ഇതുവരെ 109 പേർ മരിച്ചു. 18 ജില്ലകളിലായി 6 ലക്ഷത്തോളം ആളുകളെ പ്രളയം ബാധിച്ചു. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 6 പേർ കൂടി മരിച്ചു. 22 ജില്ലകളിൽ 1500 ഗ്രാമങ്ങൾ വെള്ളപ്പൊക്കത്തിലാണ്. നിലവിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വീണ്ടും മൺസൂൺ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ സംസ്ഥാന BJPയിൽ പൊട്ടിത്തെറി. BJP സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി രാജിസന്നദ്ധത അറിയിച്ചതാണ് ഏറ്റവും പുതിയ വാർത്ത. ദില്ലിയിലെത്തി പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് നരേന്ദ്രമോദിയെയും JP നദ്ദയെയും നേരിൽ കണ്ടാണ് ഭൂപേന്ദ്ര ചൌധരി രാജിസന്നദ്ധത അറിയിച്ചത്. അതിനിടയിൽ BJPക്കുള്ളിൽ തന്നെ ഓപ്പറേഷൻ താമര തുടങ്ങിയെന്ന് അഖിലേഷ് യാദവ് പരിഹസിച്ചു. UPയിലെ BJP നേതാക്കൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി അറിയിച്ച പശ്ചാത്തലത്തിൽ ഗവർണർ ആനന്ദിബെൻ പട്ടേലുമായി യോഗി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ രാത്രി ലക്നൌവിലെ രാജ്ഭവനിലെത്തിയാണ് യോഗി ഗവർണറെ കണ്ടത്. അതേസമയം ഇന്ന് വൈകിട്ട് ചേരുന്ന മുതിർന്ന BJP പ്രവർത്തകരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അസമിലെ മുസ്ലിം ജനസംഖ്യ ഇന്ന് 40%-ലെത്തിയെന്നും ഇതെനിക്ക് രാഷ്ട്രീയ പ്രശ്നമല്ല, നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. സംസ്ഥാനത്തെ ജനസംഖ്യാനുപാതത്തിൽ മാറ്റമുണ്ടാകുന്നത് ഗുരുതരമായ വിഷയമാണെന്ന് സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യയിലെ വർധനവ് ചൂണ്ടിക്കാട്ടി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഗഡ്ചിരോളി ജില്ലയിലെ ഖാൻകർ അതിർത്തി മേഖലയിൽ ഇന്നലെ ഉച്ചയ്ക്ക് 1:30നും 2:00-നുമിടയിലാണ് സംഭവം. ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരനെ പരിക്കേറ്റിട്ടുണ്ട്. ഒമാനിൽ എണ്ണക്കപ്പൽ മറിഞ്ഞ് ഇന്ത്യൻ പൗരന്മാരുൾപ്പെടെയുള്ള ജീവനക്കാരെ കാണാതായ സംഭവത്തിൽ 8 ഇന്ത്യക്കാരെയും ഒരു ശ്രീലങ്കൻ പൗരനെയും ഉൾപ്പെടെ 9 പേരെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ജീവനക്കാരെ കണ്ടെത്തിയ വിവരം ഒമാനിലെ ഇന്ത്യൻ എംബസിയും സ്ഥിരീകരിച്ചു. നാവികസേനയുടെ INS തേജ് നടത്തിയ തിരച്ചിലാണ് ഇവരെ രക്ഷിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇക്കഴിഞ്ഞ 15-നാണ് ഒമാൻ തീരത്ത് 13 ഇന്ത്യൻ പൗരന്മാരുൾപ്പെടെ 16 പേരടങ്ങുന്ന ജീവനക്കാരെ കാണാതായത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.